ഞാനും എൻ്റെ കൂട്ടുകാരും നമ്മുടെ 11ാം ക്ലാസ് ഒരു എലമെൻ്ററി സ്കൂളിൽ വെച്ചിട്ടാണ് പഠിച്ചത്. ആ ഒരു എലമെൻ്ററി സ്കൂൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ ആഴ്ചയാണ് ആ ഒരു എലമെൻ്ററി സ്കൂൾ ക്ലോസ് ചെയ്തത്. ആ ഒരു സ്കൂൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും അവസാനമായി നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡ് സ്കൂളിൽ പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ആ ഒരു എലമെൻ്ററി സ്കൂളിൽ രാത്രി 11:30 പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ രാത്രി 11:30 ആവുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ആ സമയം കൊണ്ട് സ്കൂൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിരുന്നു. പക്ഷേ നല്ല ഇടിമിന്നലും മഴയുമുണ്ട്. അങ്ങനെ നമ്മൾ ഗേറ്റ് ചാടി സ്കൂളിൻ്റെ പ്ലേ ഗ്രൗണ്ട് ഏരിയയിൽ എത്തുകയാണ്. അവിടെ നമ്മൾ എല്ലാ ആൾക്കാരും കണ്ടുമുട്ടി. ഇനി സ്കൂളിൻ്റെ ഉള്ളിൽ കയറാൻ ഒരു വഴി കണ്ടുപിടിച്ചാൽ മാത്രം മതി. അങ്ങനെ നമ്മൾ എല്ലാ ബ്ലോക്കും ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ലോക്ക് ചെയ്യാത്തൊരു വിൻഡോ കണ്ടുപിടിച്ചു. അത് ഓഫീസിൻ്റെ വിൻഡോ ആയിരുന്നു. നമ്മളെല്ലാ ആൾക്കാരും ചാടിക്കടന്നു. ഉള്ളിലെത്തിയപ്പോൾ നമുക്കെന്തോ വിചിത്രമായി തോന്നി. നല്ല ഇരുട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് എൻ്റെ 2 കൂട്ടുകാർ ടോർച്ച് എടുത്തിരുന്നു, അഥവാ ഫ്ലാഷ് ലൈറ്റ്. ഓഫീസിൻ്റെ ഫ്ലോറിൽ ഫുൾ ട്രാഷ് ആയിരുന്നു. പേപ്പേഴ്സൊക്കെ നിലത്ത് ചിതറിക്കിടക്കുന്നുണ്ട്. അതുകൂടാതെ പ്രിൻറ്റേഴ്സും മെഷീൻസും താഴെ കിടക്കുന്നുണ്ട്. നമ്മൾ ഫ്ലാഷ് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ആകെ ഉണ്ടായിരുന്നത് ഡെസ്കും പിന്നെ കുറച്ച് ചെയേഴ്സുമായിരുന്നു. നമ്മളങ്ങനെ ഓഫീസിൽ നിന്നും പുറത്തു പോകേണ്ട ഡോർ കണ്ടുപിടിച്ചു. വാതിൽ തുറന്നു. നമ്മളിപ്പോൾ ഉള്ളത് സ്കൂളിൻ്റെ ഹൃദയഭാഗത്താണ്. ആ കോറിഡോറിൽ ലെഫ്റ്റും റൈറ്റിലും ക്ലാസ് റൂംസ് ആയിരുന്നു. നമ്മളങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നു. അപ്പോൾ ലൈബ്രറി എന്നെഴുതിയ ഒരു ഡോറ് കണ്ടു. നമുക്കതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഡോറ് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ തുറക്കുന്നില്ല. ആ ഡോർ ലോക്ക് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ഫ്ലാഷ് ലൈറ്റ് അടിച്ചു. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് റൂം മാത്രമാണുള്ളത്. പ്രത്യേകിച്ച് മറ്റൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. ആ ഒരു സ്കൂളിൽ ഇപ്പോഴുള്ള വെളിച്ചം ആ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ മാത്രമാണ്. എന്തുകൊണ്ടായിരിക്കും ഇവർ ഈ ഒരു എലമെൻ്ററി സ്കൂൾ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചത്? അറിയില്ല. അങ്ങനെ നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. കുറച്ച് പോയപ്പോൾ നമ്മുടെ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചം ഏതിലോ തട്ടി. ഹാൾവേയുടെ എൻഡിലാണ് നമ്മളത് കണ്ടത്. നീളമുള്ളൊരു രൂപം, സ്ത്രീയെ പോലെയുണ്ട്. പക്ഷേ സാധാരണ സ്ത്രീകളെക്കാൾ അതിന് നല്ല ഹൈറ്റുണ്ട്. അവൾക്ക് നീളമുള്ള ബ്ലോണ്ട് മുടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടാതെ അവൾ ധരിച്ചത് ഒരു കീറിപ്പോയ വെഡ്ഡിംഗ് ഡ്രസ്സായിരുന്നു. നമ്മളിൽ നിന്നും 10 അടി ദൂരത്താണ് അവൾ നിൽക്കുന്നത്. നമ്മൾ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് വീണ്ടും അവളുടെ ദേഹത്ത് അടിക്കാൻ നോക്കി. ആ സമയം കൊണ്ട് അവൾ അടുത്തുള്ള ക്ലാസ് റൂമിലേക്ക് ഓടി. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഭയന്ന് വിറച്ചു. എന്തിനാണ് ഈ ഒരു സ്ത്രീ ഈ ഒരു ഉപേക്ഷിക്കപ്പെട്ട ബിൽഡിങ്ങിൽ ഒരു വെഡ്ഡിംഗ് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത്? അടുത്തതായി എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ നമ്മൾ അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് എന്തോ റിങ് ചെയ്യുന്ന ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ മാത്രമല്ല, നമ്മൾ എല്ലാ ആൾക്കാരും ആ ഒരു ശബ്ദം കേട്ടു. സ്കൂളിൻ്റെ ഫയർ അലാറം ഓണായിരിക്കുന്നു. പിന്നീട് നമ്മൾ അവിടെ നിന്നില്ല. നമുക്ക് പറ്റുന്ന അത്രയും സ്പീഡിൽ ഓഫീസിലേക്ക് ഓടി. നമ്മൾ ഓടിയപ്പോൾ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിക്കൊണ്ട് നിന്നു. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചം ഓണും ഓഫും ആകുന്നതുപോലെ. അത് നമ്മളെ ഭയപ്പെടുത്തി. പക്ഷെ ഓടാതെ വേറൊരു ഓപ്ഷനുമില്ല. നമ്മൾ അലറിക്കൊണ്ട് ഓഫീസിലേക്ക് ഓടി. നമ്മൾ ഓഫീസിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അലറിക്കൊണ്ട് കരയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവൻ നോക്കുന്ന ഡയറക്ഷനിൽ ഞാൻ നോക്കി. അപ്പോൾ ഞാൻ അത് കണ്ടു. ആ ഒരു ഓഫീസിൽ നമ്മൾ നേരത്തെ കണ്ട അതേ സ്ത്രീ നിൽക്കുന്നു. ഇപ്പോൾ അവൾ അടുത്തിരുന്നു. അതുകൊണ്ട് അവളുടെ മുഖം നമുക്ക് കാണാൻ സാധിച്ചു. മുടി കാരണം അവളുടെ കണ്ണ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളെ ഭയപ്പെടുത്തിയത് അതൊന്നും ആയിരുന്നില്ല, അവളുടെ വായ ആയിരുന്നു. സൈഡിലേക്ക് കീറി മുറിച്ചതുപോലെയായിരുന്നു അവളുടെ വായ ഉണ്ടായിരുന്നത്. ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അവൾ ഇപ്പോഴും നമ്മളെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ കേട്ടു. അവൾ ചിരിക്കുന്ന ശബ്ദം. അത് നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തി. നമ്മൾ അലറി വിളിച്ചു. എന്നിട്ട് വിൻഡോവിൻ്റെ അരികിലേക്ക് ഓടി. വിൻഡോയിലേക്കൂടെ പുറത്ത് കടന്നു. സ്കൂളിൻ്റെ ഫയർ അലാറം കേട്ട് ആരോ പോലീസിനെ വിളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയം കൊണ്ട് പോലീസ് അവിടെ എത്തിയിരുന്നു. അങ്ങനെ പോലീസ് നമ്മളെ വിളിച്ചു. നമ്മൾ പോലീസിനോട് കാര്യം പറഞ്ഞു. ആ ഒരു സ്ത്രീയെക്കുറിച്ചും പറഞ്ഞു. നമ്മൾ പോലീസിനോട് പോയി ചെക്ക് ചെയ്തിട്ട് അവളെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 3 പോലീസ് ഓഫീസേഴ്സ് ആ ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ കയറി. 30 മിനിറ്റിന് ശേഷം അവർ പുറത്തിറങ്ങി. അവർ ഭയന്ന് വിറക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. പോലീസ് ഓഫീസേഴ്സ് നമ്മളെ കാറിൻ്റെ ഉള്ളിലാക്കി. അതുകൊണ്ട് അവർ എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിച്ചില്ല. 15 മിനിറ്റിന് ശേഷം പോലീസ് ഞാനും പിന്നെ എൻ്റെ സുഹൃത്തുക്കളെയും നമ്മുടെ വീട്ടിലാക്കി. നമ്മളിങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ പാരൻസ് ഒരു മാസത്തിനധികം
നമ്മളെ ഗ്രൗണ്ട് ചെയ്തു. നമുക്ക് പുറത്തിറങ്ങാനും പിന്നെ നമ്മുടെ കൂട്ടുകാരെ കാണാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ പാരൻസിനോട് ആ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പാരൻസിനോട് മാത്രമല്ല, ആരോടും പറഞ്ഞിട്ടില്ല. നമ്മൾ 5 പേരും അതൊരു സീക്രട്ടായിട്ടാണ് വെച്ചത്. ബാക്കിയുള്ളവർ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രോബ്ലം ആയേക്കാം. എനിക്കിപ്പോഴും ആ ഒരു സ്ത്രീയുടെ ലുക്ക് ഓർമ്മയുണ്ട്. അവളുടെ മുഖം, അവളുടെ മുടി, അതുകൂടാതെ അവളുടെ വെഡ്ഡിങ് ഡ്രസ്സ്, ഇതും കൂടാതെ അവളുടെ വിചിത്രമായ ചിരി.